സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടികോമിനെ ഒഴിവാക്കുവാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ നടക്കുന്നത് വസ്തുതാവിരുദ്ധ പ്രചാരണം. സർക്കാർ തീരുമാനം കൃത്യമായ കൂടിയാലോചനകൾ നടത്തി നിയമവശങ്ങൾ പരിശോധിച്ചുമെന്നതാണ് വസ്തുത. കരാർ വ്യവസ്ഥകളിലെ ലംഘനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ടികോമിനെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുവാൻ സർക്കാർ തീരുമാനമെടുത്തത്. കേരള സർക്കാരും ടികോമും തമ്മിൽ 2007 സ്മാർട്ട് സിറ്റി കരാർ ഏർപ്പെടുന്നത്. കരാറിന്റെ അടിസ്ഥാന വ്യവസ്ഥകൾ ടികോമും ലംഘിച്ചതോടെയാണ് പദ്ധതിയിൽ നിന്നും ഒഴിവാകാനുള്ള സർക്കാർ തീരുമാനം. കരാർ പ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, 6.27 ദശലക്ഷം അടി IT അനുബന്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നതായിരുന്നു വ്യവസ്ഥ. ഇത് നടപ്പായില്ലെങ്കിൽ സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാൻ അവകാശമുള്ളതായി കരാറിൽ വ്യക്തമാക്കുന്നുണ്ട്. 15 വർഷമായിട്ടും വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറായില്ല. 10,000-ഓളം തൊഴിലവസരങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇത് പരിശോധിക്കാൻ 2023 ചീഫ് സെക്രട്ടറി ധനകാര്യം, റവന്യൂ, നിയമ, IT സെക്രട്ടറിമാരെ സർക്കാർ ചുമതലപ്പെടുത്തി. അഡ്വക്കേറ്റ് ജനറലിന്റെ അഭിപ്രായവും സർക്കാർ തേടി. പിന്മാറ്റ നയം രൂപീകരിക്കാൻ സ്മാർട്ട് സിറ്റി അധികൃതരുമായി ചർച്ച നടത്തുന്നതിന് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചു. ഈ നടപടിക്രമങ്ങളോടുകൂടിയാണ് ടികോമിന്റെ ഒഴിവാക്കൽ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത്. ഇതോടെ ടികോമിന്റെ കയ്യിലുള്ള 246 ഏക്കർ ഭൂമി സംസ്ഥാനത്തിന് സ്വന്തമാകും. ഈ ഭൂമി കൊച്ചിയുടെ IT വികസനത്തിന് സർക്കാരിന് തന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. വസ്തുത ഇതായിരിക്കെയാണ് വിവാദങ്ങളുണ്ടാക്കി തെറ്റിദ്ധാരണ പരത്താനുള്ള പുതിയ നീക്കം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.